ഇതാ വയനാട് പുളിയാർ മലയിൽ ഒരു അതിഗംഭീര മേള ഹെക്കി ബണക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിലെ ആ മേളയിൽ എന്തൊക്കെ അതിഥികളാണ് കാത്തിരിക്കുന്നതെന്ന് ആദ്യം കാണും. കിളികളാവുക നാം, കിളിയൊഴിഞ്ഞിടം ശൂന്യം. ഇതാണ് വയനാട് പക്ഷിമേളയുടെ സന്ദേശം. കിളികളെക്കുറിച്ച് എല്ലാം അറിയാൻ പുളിയാർമല ഹ്യൂം ക്യാമ്പസിൽ നടക്കുന്ന പക്ഷിമേളയിലേക്ക് വരാം. കാട്ടുനായ്ക്കരുടെ ഭാഷയിൽ പക്ഷികളുടെ ഉത്സവം എന്നർത്ഥം വരുന്ന ഹെക്കി ബണക് എന്ന പേരാണ് പക്ഷിമേളയ്ക്ക് നൽകിയിരിക്കുന്നത്. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള ആശയതലത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഈ ഫെസ്റ്റിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനുള്ള സ്പേസുകളാണ്. കലയിലൂടെ നമുക്ക് എങ്ങനെയാണ് പ്രകൃതിയെ അറിയാനും നമ്മുടെ അകത്തുള്ള പ്രകൃതിയെ എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ എല്ലാ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും ഗവേഷകരും പങ്കെടുക്കുന്ന അക്കാദമിക് സെഷനുകൾ, പക്ഷി നിരീക്ഷകർ പകർത്തിയ ചിത്രങ്ങളുടെ വിപുലമായ പ്രദർശനം തുടങ്ങിയവ മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. വ്യത്യസ്തമായ അവതരണങ്ങളും ഹെക്കി ബണക്കിന്റെ ഭാഗമാണ്. നിങ്ങളൊക്കെ വയനാട്ടിലുള്ളവരാ? എല്ലാവരും ഞാനങ്ങ് 10,000 മടങ്ങൾ ദൂരെ സീഷൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓഷന്റെ ഒക്കെ ഒരു സൈഡിലായിട്ട് വരും. അവിടെ ഉള്ള ഒരു കുഞ്ഞു തത്തയാണ് ഞാൻ മാത്രമായി ഇപ്പൊ ഇവിടെ. എനിക്കറിയാം ചിലപ്പോ എന്നെ ഇവിടെ കൊല്ലാൻ വരും. കൊല്ലല്ലേ? നിനക്കറിയോ, സീച്ചലസ് നിന്ന് ഇവിടം വരെ വന്നത് ഈ ഒരൊറ്റ സാധനത്തിനെ കൊല്ലാനാ. കഷ്ടപ്പെട്ട് ലോണും എടുത്ത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കടവും വാങ്ങിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിള മൊത്തം കൊയ്ത് കൊണ്ടുപോകുന്ന സീറ്റുകളാ. കൊല്ലട്ടെ, കൊന്നാലേ പറ്റൂ. എന്തായാലും ഇതിന്റെ കഥ ഞാൻ കഴിച്ചു. ഇവിടെ ഒരു സീൻ ഉണ്ടാവില്ല, വയനാട്ടിലെ ഇതിന്റെ ഒരു പുത്തരിവ് ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ കാണാമെന്നല്ലേ, മേലോട്ട് പോയിക്കോ. ഇവിടുത്തെ കാര്യം ഞാൻ ഓക്കെ ആക്കി. ഹെക്കി ബണക്കിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് പക്ഷികളുടെ ശബ്ദം കേട്ടറിയാനും സൗകര്യമുണ്ട്. പക്ഷിക്കൂടുകൾ ഉണ്ടാക്കാനും പക്ഷി ചിത്രങ്ങൾ വരയ്ക്കാനും അവസരമുണ്ട്. കിളികളായിട്ട് ചിന്തിക്കാനും കിളികളെ പോലെ കൂടുണ്ടാക്കാനുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കേട് വരുമ്പോൾ എല്ലാവർക്കും ക്ഷീണമാവുമല്ലോ. അപ്പോൾ ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിളീൻ്റെ കൂട് നിർമ്മിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ നിർമ്മിക്കുന്ന കൂടുകൾക്ക് എപ്പോഴും സ്പൈഡർ വെബും പിന്നെ ഈ മോസസും പൂപ്പിലകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടും ആണ് ചെയ്യുന്നത്. അല്ല, ഞാനാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ വീട്ടിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടാവുന്ന താറാവില്ലേ, അങ്ങനത്തെ ഒരു താറാവ് തന്നെയാ. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ പറ, എന്താ വ്യത്യാസം? ഈ തല കണ്ടോ, പിങ്ക് ഹെഡ്. അതുകൊണ്ട് തന്നെ പിങ്ക് ഹെഡ് ഡെക്ക് എന്ന് വിളിക്കുന്നു. ഞങ്ങളൊരു 5-8 ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എന്നെ വേർതിരിക്കുന്നത് ഈ തലയാന്ന്. തന്നെയാ പ്രശ്നം. വെളുത്തുള്ളിയും കൂട്ടിയാ കടിച്ചാലേ അടി. ഞാൻ അവസാനത്തെ ആള്. എല്ലാരും ഞങ്ങൾ വന്നു നീ ഇവൻ മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനത്തെ ആള്. വേണമെങ്കിൽ നിങ്ങൾ മുകളിൽ പോയിട്ട് വന്നോളി, നമ്മളിവിടെ റെഡി ആക്കി വെക്കാം. മാതൃഭൂമി ന്യൂസ്, വയനാട്. എന്തായാലും നമ്മളധികം കാണാത്തൊരു കാഴ്ച അല്ലേ, കിളികളുടെ ഒരു വേർഷൻ കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കമൽ, എന്തുകൊണ്ടും ഇങ്ങനെയൊരു മേളയ്ക്ക് അനുയോജ്യമായ സ്ഥലം കൂടിയാണ് വയനാട്. ഹെക്കി ബണക് വയനാട്ടിലെ ഏറ്റവും പ്രാചീന ഗോത്ര വിഭാഗമായ കാട്ടുനായ്ക്കരുടെ ഭാഷയാണ്. ഹെക്കി എന്നാൽ പക്ഷി, ബണക് എന്നാൽ ഉത്സവം, പക്ഷികളുടെ ഉത്സവമാണ് 3 ദിവസത്തോളം പുളിയാർമലയിൽ നടക്കുന്നത്. ഈ പക്ഷികളുമായി ബന്ധപ്പെട്ട എല്ലാം ഇവിടെ നിന്ന് അറിയാം. ഒരുപാട്
അക്കാദമിക് സെഷനുകളുണ്ട്. രാജ്യത്ത് തന്നെ പ്രമുഖരായിട്ടുള്ള വിദഗ്ധരും ഗവേഷകരും ഒക്കെ പങ്കെടുക്കുന്ന ചർച്ചകളും സെമിനാറുകളും ഒക്കെയുണ്ട്. അതോടൊപ്പം പക്ഷി നിരീക്ഷകരുടെ ഒരുപാട് ഫോട്ടോകളുടെ പ്രദർശനം, അതുപോലെ ഇല്ലസ്ട്രേഷൻസ്, അതുപോലെ ഒരുപാട് അവതരണങ്ങളുണ്ട്. പക്ഷികളുടെ കൂടുണ്ടാക്കാനുള്ള വർക്ക്ഷോപ്പുകളുണ്ട്. പക്ഷികളുടെ ശബ്ദം കേൾക്കാം. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന ഓർഗനൈസേഷനാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അത് വയനാട്ടിലെ ജില്ലാ ഭരണകൂടവുമായൊക്കെ ചേർന്ന് കാലാവസ്ഥാ പ്രവചനം, ദുരന്ത മേഖലകളിലേക്കുള്ള പഠനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. പക്ഷി നിരീക്ഷകൻ കൂടിയായിട്ടുള്ള വിഷ്ണുദാസ് ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം ഗവേഷകയായിട്ടുള്ള സുമയും ഒക്കെ ചേർന്നാണ് ഈ ഹ്യൂമിന് നേതൃത്വം നൽകുന്നത്. ഹ്യൂം ആണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല അത് നടക്കുന്നത് പുളിയാർമലയിലാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പരിസ്ഥിതിയെ ഏറെ സ്നേഹിച്ച, മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സ്നേഹിച്ച MP വീരേന്ദ്രകുമാറിൻ്റെ ജന്മനാട്ടിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ഉദ്ഘാടന സെഷനിൽ തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എഴുത്തുകാരൻ OK ജോണി സംസാരിക്കുകയുണ്ടായി. എന്തായാലും 3 ദിവസം വലിയ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പക്ഷികളെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, പക്ഷികളെ ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാം. പുതിയ അറിവുകൾ നേടാം, പുതിയ അനുഭവങ്ങളൊക്കെ നേടാം.